വെൽക്കം ബാക്ക് ടു JM അക്കാഡമി. എൻക്ലെക്സ് ആർഎൻ എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണിത്. കുറച്ച് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The nurse is developing a plan of care for a client with a spinal cord injury at C5 who has an indwelling catheter. സോ സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസിസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ്. പേഷ്യൻറ്റിൻ്റെ ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ ഉണ്ട് എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റർവെൻഷൻ ആണ്, അല്ലേ? സോ ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാം, ഒരു ഡയഗ്നോസിസും ഇൻ്റർവെൻഷനും കൊടുക്കുമ്പം, അല്ലെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യനിൽ ഡയഗ്നോസിസ് മാത്രം കൊടുക്കാം, ചിലപ്പോൾ സിംറ്റംസ് മാത്രം കൊടുക്കാം, ഡയഗ്നോസിസും സിംറ്റവും കൊടുക്കാം, ഡയഗ്നോസിസും ഇൻ്റർവെൻഷനും കൊടുക്കാം, ഡയഗ്നോസിസും സിംറ്റവും ഇൻ്റർവെൻഷനും കൊടുക്കാം. ഓക്കെ, സോ ഡയഗ്നോസിസും സിംറ്റവും കൊടുക്കുമ്പം നമ്മൾ ഡയഗ്നോസിസിനെക്കാട്ടിലും ഫോക്കസ് ചെയ്യേണ്ടത് സിംറ്റംസിലാണ്. ഡയഗ്നോസിസും ഇൻ്റർവെൻഷനും ചോദിക്കുമ്പോൾ ഇൻ്റർവെൻഷനിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, കാരണം ഇൻ്റർവെൻഷനാണ് അവിടെ അസസ് ചെയ്യുന്നത് എക്സാമിനർ. ഓക്കെ, സോ ഇൻഡ്വെല്ലിംഗ് കത്തീറ്ററിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ സ്പൈനൽ കോഡ് ഇഞ്ചുറി അല്ല ഇവിടുത്തെ ഫോക്കസ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി എ പ്രയോറിറ്റി ഫോർ ദ നേഴ്സ് ടു ഇൻക്ലൂഡ് ഇൻ ദ പ്ലാൻ ഓഫ് കെയർ? പ്രയോറിറ്റി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് പ്രയോറിറ്റി ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ മോർ ദൻ 1 ആൻസേഴ്സ് കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഏതാണ് ബെസ്റ്റ്, ആദ്യം ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ അതിന് പല സ്ട്രാറ്റജീസ് നമ്മൾ യൂസ് ചെയ്യും. സോ ഇവിടെ ഇൻ്റർവെൻഷൻ ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിസ്ക് റിഡക്ഷൻ ആണ്. അതായത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഡിറ്റോറിയറേറ്റ് ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതും സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും, അല്ലെങ്കിൽ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പേഷ്യൻറ്റ് പോകാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. നൗ എൻകറേജിങ് ദ ക്ലയൻറ്റ് ടു ഡ്രിങ്ക് 6 to 8 glasses ഓഫ് ഫ്ലൂയിഡ് പെർ ഡേ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ റിലേറ്റഡ് ആണ്. രണ്ടാമത്തത് മെയിൻറ്റെയിനിങ് ദ യൂറിൻ കളക്ഷൻ ബാഗ് ഇൻ എ ഡിപ്പെൻഡൻറ്റ് പൊസിഷൻ എന്ന് പറയുന്നതും ഇൻഡ്വെല്ലിംഗ് കത്തീറ്ററിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ ആണ്. അസസിങ് ദ കളർ ഓഫ് ദ യൂറിൻ ഔട്ട്പുട്ടും എന്താണ്, ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പം 1, 2 and 4 ആണ് ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത്. നൗ ഫുഡ് ഹൈ ഇൻ ഫൈബർ എന്ന് പറയുന്നത് ഈ കത്തീറ്റർ യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ല. ഓക്കെ, അത് സ്പൈനൽ കോഡ് ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് വൺ എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, സോ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. നൗ ഇനി 1, 2 and 4 ഓപ്ഷനിൽ നിന്ന് ഏതാണ് പ്രയോറിറ്റി എന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിസ്ക് പ്രിവെൻറ്റ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലേ? സോ ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സോ ഫസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യൂറിൻ കളക്ഷൻ ബാഗ് ഡിപ്പെൻഡൻറ്റ് പൊസിഷനിൽ വെക്കുക എന്നുള്ളതാണ്, അല്ലേ? ബാക്ക് ഫ്ലോ ഉണ്ടാവാതിരിക്കാനും ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ ആണെന്ന് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം നമുക്ക് യൂറിനറി ഔട്ട്പുട്ട് അസസ് ചെയ്യാം, അതുപോലെ തന്നെ കളർ അസസ് ചെയ്യാം, 6 to 8 glasses ഓഫ് ഫ്ലൂയിഡ് എൻകറേജ് ചെയ്യാം. ഇതൊക്കെ പ്രയോറിറ്റിയിൽ വരുന്നതല്ല, അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യാഞ്ഞത് 1 and 4. ഓക്കെ, ഇവിടെ ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ പ്രയോറിറ്റി ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഡിപ്പെൻഡൻറ്റ് പൊസിഷനിൽ വെക്കുക എന്നുള്ളതാണ്. അതുവഴി നമുക്ക് റിസ്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ഈ പ്രയോറിറ്റി ക്വസ്റ്റ്യനിൽ നമ്മൾ അപ്ലൈ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് റിസ്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒരു ലൈഫ് ത്രെറ്റനിങ് സ്റ്റേജിലോട്ട് പോവാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ എ പേഷ്യൻറ്റ് വിത്ത് ക്രോണിക് പെയിൻ ഈസ് റിക്വസ്റ്റിംഗ് സ്ട്രോങ്ങർ പെയിൻ മെഡിക്കേഷൻ. സോ ഒരു ഇഷ്യൂ ആണ് അവിടെ പറയുന്നത്, ക്രോണിക് പെയിൻ ഉണ്ട് ആൻഡ് റിക്വസ്റ്റിംഗ് സ്ട്രോങ് പെയിൻ മെഡിക്കേഷൻ. സോ പേഷ്യൻറ്റ് പെയിൻ മെഡിക്കേഷൻ റിക്വസ്റ്റ് ചെയ്യാണ്, അതാണ് പേഷ്യൻറ്റ് ചെയ്യുന്നൊരു കാര്യം. ബട്ട് ദെയർ റെസ്പിറേഷൻ ആർ ലോ ആൻഡ് ഷാലോ. റെസ്പിറേഷൻ ലോ ആൻഡ് ഷാലോ ആണ്. വാട്ട് ഷുഡ് ദ നേഴ്സ് ഡു ഫസ്റ്റ്? ഇവിടെ നമുക്ക് ഇപ്പം തൊട്ട് മുമ്പ് ചെയ്ത റിസ്ക് റിഡക്ഷൻ എന്നുള്ള ഒരു സ്ട്രാറ്റജി അല്ല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ബേസ്ഡ് ഓൺ ദ ഓപ്ഷൻ ആൻഡ് ദ പ്രോബ്ലം. ഓക്കെ, പ്രൊവൈഡ് ദ റിക്വസ്റ്റഡ് മെഡിക്കേഷൻ. റിക്വസ്റ്റഡ് മെഡിക്കേഷൻ ആണോ ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ടത്? കാരണം റെസ്പിറേഷൻ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ റെസ്പിറേഷൻ ലോ ആൻഡ് ഷാലോ ആയതുകൊണ്ട് അതിന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ഇൻ്റർവെൻഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ചെക്ക് റെസ്പിറേറ്ററി സ്റ്റേറ്റസ് ആൻഡ് ഹോൾഡ് മെഡിക്കേഷൻ ഇഫ് നീഡഡ് എന്നുള്ള ഈ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, നൗ റിക്വസ്റ്റഡ് മെഡിക്കേഷൻ അത് കഴിഞ്ഞിട്ട് റെസ്പിറേറ്ററി സ്റ്റേറ്റസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ മാസ്ലോസ് ഹൈറാർക്കി എന്ന സ്ട്രാറ്റജി അനുസരിച്ച് പേഷ്യൻ്റ് ഫിസിയോളജിക്കൽ നീഡിനാണ് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള, സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഓപ്ഷനിൽ ഒരു ഡിസ്ചാർജിന് വേണ്ടി പേഷ്യൻറ്റ് 3 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയും. അതൊക്കെ എന്താണ്, പേഷ്യൻ്റ് ഫിസിയോളജിക്കൽ നീഡ് അല്ല, പേഷ്യൻ്റെ കണ്ടീഷൻ ഡിറ്റോറിയറേറ്റ് ആകുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, സോ സോഷ്യോ എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ്, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ്, ഒരു പേഷ്യൻറ്റ് ആൻഷ്യസ് ആണ്, ക്രൈയിങ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രയോറിറ്റിയിൽ എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. സോ എൻകറേജ് ദ പേഷ്യൻറ്റ് ടു റിലാക്സ് എന്ന് പറയുന്ന പ്രയോറിറ്റി അല്ല. കോൺടാക്ട് പ്രൊവൈഡർ അബൌട്ട് ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ കോൺടാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അഗൈൻ പ്രയോറിറ്റി അല്ല ഇവിടെ. ഓക്കെ, സോ ഇവിടുത്തെ ഓപ്ഷനും അതുപോലെ തന്നെ ക്വസ്റ്റനും അനുസരിച്ച് നമ്മളിവിടെ അപ്ലൈ ചെയ്തത് മാസ്ലോസ് ഹൈറാർക്കി എന്ന റൂളാണ്. അപ്പോൾ പ്രയോറിറ്റി ക്വസ്റ്റൻ ആണെങ്കിലും നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ആ സ്ട്രാറ്റജീസ് മാത്രം അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല, ആ ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ റീഡ് ചെയ്യാനായിട്ട്, അതായത് ഇവിടെ ഇത് കാണുമ്പോൾ ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം.
ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ റിസ്ക് റിഡക്ഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ടാണ് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റിയത് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ മാസ്ലോസ് ഹൈറാർക്കി എന്ന സ്ട്രാറ്റജിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായത് ഈ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് തിങ്ക് ചെയ്തതുകൊണ്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെ തിങ്ക് ചെയ്യാനുള്ളൊരു കഴിവാണ് നിങ്ങൾക്ക് എൻക്ലെക്സ് ആർ എൻ ചെയ്യാനായിട്ട് തിയറി കഴിഞ്ഞിട്ട് നമ്മൾ ആൻസേഴ്സ് ചെയ്യുന്ന സമയത്ത് വേണ്ടത്. സോ തിയറി ഓഫ് കോഴ്സ് ആവശ്യമാണ്, പക്ഷേ എല്ലാവരും തിയറി ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോയിട്ട് എക്സാം എഴുതാതിരിക്കുക. കാരണം തിയറി മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ തിങ്ക് ചെയ്യണം നിങ്ങൾക്ക് അറിയാതെ വരും. അപ്പം പെട്ടെന്ന് എക്സാമിന് പോയിരിക്കുമ്പോൾ അതുകൊണ്ടാണ് എൻക്ലെക്സ് ആർ എനിൽ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്യുന്ന എല്ലാവരും മിക്കവാറും കൂടുതൽ പേരും എന്താവും ഫെയിലാവും. ഓക്കെ, അതിൻ്റെ റീസൺ ഇതുകൊണ്ടാണ്. എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ പ്രോമെട്രിക്കൊക്കെ പഠിക്കുന്നത് പോലെ തിയറി പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് ഞാൻ വിചാരിക്കുന്നത് പോലെ അല്ല, ഇതിങ്ങനെ അല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ അതിന് പകരം പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തിയറി മാത്രമല്ല ഇങ്ങനെ സ്ട്രാറ്റജീസും അറിഞ്ഞ് പഠിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള യൂസ് നിങ്ങൾക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.